നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ബ്രസീൽ കോപ്പ അമേരിക്കയിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ കോസ്റ്റാറിക്കയോട് ഗോൾ രഹിത സമനിലയിൽ പിരിയുകയായിരുന്നു. ബ്രസീലിലെ ആരാധകർക്ക് വലിയ നിരാശയുണ്ടാക്കിയ ഒരു മത്സര ഫലമായിരുന്നു അത്. കളി കാണാനെത്തിയ ആരാധകർ അതിൽ നിരാശ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കളി കഴിഞ്ഞ് ഡാനിയിലോ ബ്രസീലിയൻ ടീമിൻ്റെ നായകൻ മടങ്ങിപ്പോകുമ്പോൾ ഗാലറിയിലിരുന്ന് ആരാധകൻ ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. തീർച്ചയായിട്ടും അത് ഡാനിലോക്ക് ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹം തിരികെ ആരാധകനുമായിട്ട് തർക്കിക്കുന്നതിൻ്റെ വീഡിയോ ഇപ്പോൾ വൈറലായി വരുന്നു. പക്ഷെ നെയ്മർ ജൂനിയർ അതിലേക്ക് ഇടപെട്ടു. നെയ്മർ ഡാനിലോയെ സമാധാനിപ്പിക്കുന്ന കാഴ്ച അത് തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടൊരു കാഴ്ചയാണ്. കാരണം തൻ്റെ സഹതാരം ഇപ്പോൾ ടീമിലില്ല നെയ്മർ എങ്കിൽ പോലും തൻ്റെ സഹതാരങ്ങളെ നല്ല രൂപത്തിൽ കെയർ ചെയ്യുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി വ്യക്തമാക്കിയിട്ടുള്ളൊരു സന്ദർഭം കൂടിയാണ് അത്. സംഭവം ബ്രസീൽ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇപ്പോൾ പലരും കണ്ടിട്ടുണ്ടാവും. എന്താണ് ഡാനിലോ ഇവിടെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ആരാധകരോട്? ഡാനിലോ തനിക്ക് നേരെ ചില കാര്യങ്ങൾ പറഞ്ഞ ആളോട് തിരിഞ്ഞു നിന്നുകൊണ്ട് പലതവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇവിടെ ആരും തമാശ കളിച്ചിട്ടില്ല, ആരും ഇവിടെ കിഡിങ് നടത്തുന്നില്ല പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തിരികെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും അത് കഴിഞ്ഞ് അദ്ദേഹം അങ്ങ് മൂവ് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് നെയ്മർ ഇത് ശ്രദ്ധയിൽപ്പെട്ട് അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. നെയ്മർ ഡാനിലോയെ സമാധാനിപ്പിക്കുന്ന കാഴ്ചയും കാണാം. ഏതായാലും കാര്യങ്ങൾ അത്ര സുഖകരമല്ല ബ്രസീലിയൻ ദേശീയ ടീമിന് എന്നർത്ഥം. ആരാധകരിൽ നിന്ന് പ്രതിഷേധങ്ങൾ വന്നു തുടങ്ങുന്നു. കാരണം ഇപ്പോൾ നമുക്കറിയാം ബ്രസീലിൻ്റെ ചരിത്രത്തിൽ തുടർച്ചയായിട്ട് 5ാമത്തെ ഒരു കോമ്പറ്റിറ്റീവ് മത്സരം വിജയിക്കാതെ പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതത്ര നല്ല രൂപത്തിലുള്ള ഫ്രണ്ട്ലി മത്സരങ്ങൾ ഇപ്പോൾ അതിനിടയ്ക്ക് കളിച്ചു, യൂറോപ്പിൽ പോയി വിജയിച്ചു എന്നൊക്കെ പറയുമ്പോഴും കോമ്പറ്റിറ്റീവ് മത്സരങ്ങൾ, കഴിഞ്ഞ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങളിലെ തുടർച്ചയായിട്ടുള്ള വിജയമില്ലായ്മ, ഇപ്പോൾ കോപ്പ അമേരിക്കയിലെ വിജയമില്ലായ്മ, ഇതൊക്കെ ചേർക്കുമ്പോൾ അതത്ര സുഖകരമല്ല. ആരാധകർക്ക് ഇത് ദഹിക്കുന്നില്ല. അവർ പ്രതികരിച്ചു തുടങ്ങുന്നു. സോ അത് സ്റ്റേഡിയത്തിൽ തന്നെ നേരിട്ട് ക്യാപ്റ്റന് തന്നെ അനുഭവപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.